ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതീയ അധിക്ഷേപം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി പറഞ്ഞു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നേടിയ ബാലു ഇപ്പോൾ അവധിയിലാണ്. തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിരുന്നോ എന്ന രേഖാമൂലം വിശദീകരണം തേടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. സർക്കാർ നിയമനം നടത്തിയ കഴകം ജോലിയിൽ തന്നെ ബാലുവിനെ നിയമിക്കാനാണ് ദേവസ്വത്തിന് താൽപര്യമെന്നും അടുത്ത ആഴ്ച ദേവസ്വം ബോർഡ് മീറ്റിംഗ് ചേരുമെന്നും മീറ്റിംഗിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്ത്രിമാർക്കോ മറ്റുള്ളവർക്കോ എതിരഭിപ്രായമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നും കോടതി വിധി മാനിക്കാൻ എല്ലാവരും തയ്യാറാണെന്നും ചെയർമാൻ പറഞ്ഞു. കഴകം ജോലിക്കെത്തിയ യുവാവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജോലിയിൽ നിന്നും മാറ്റിയതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. 6 തന്ത്രി കുടുംബങ്ങൾക്കാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് അവകാശമുള്ളത്. അതേസമയം തൃപ്രയാർ മനയിലെ അനിപ്രകാശ് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാരമ്പര്യ അവകാശികൾ കഴകത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏത് ജാതിയിലുള്ളവർ ക്ഷേത്രത്തിൽ കഴകത്തിന് എത്തുന്നതിൽ വിരോധമില്ലെന്നും ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് തങ്ങളുടെ ഊഴമനുസരിച്ച് എത്തി കർമ്മങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.